S-400 സംവിധാനത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതവും വ്യാജവുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. ആർ അച്യുതൻ നമുക്കൊപ്പം ചേരുകയാണ്. അച്യുതൻ, കൂടുതൽ വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഈ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പലതരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നതിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് S-400 എന്ന് പറയുന്ന നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നാശനഷ്ടങ്ങളും കേടുപാടുകളും ഉണ്ടായി എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അത് വ്യാജമാണെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ഒപ്പം തന്നെ കരസേന ഇപ്പോൾ ഒരു എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നു, ശത്രുക്കളുടെ തന്ത്രങ്ങളെ ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ചില വാർത്തകൾ, അതും ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതാണ്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളം അടച്ചിട്ടതായുള്ള ചില വാർത്തകൾ, വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു. അതിൽ എയർപോർട്ട് അതോറിറ്റി കൃത്യമായ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നു. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വ്യോമ അതിർത്തിയിലെ നിലവിലെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെ അത് ചിലപ്പോൾ വിമാനങ്ങളുടെ ഷെഡ്യൂളുകളെ ബാധിച്ചേക്കാം. എന്നാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം സാധാരണഗതിയിൽ തന്നെ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ, അതൊന്നും വിശ്വസിക്കരുത്. അതിൻ്റെയൊക്കെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ PIB പോലും ഈ ഘട്ടത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള യോഗങ്ങൾ നടക്കാനിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനി മുൻപിലുള്ളത്. പ്രതിരോധ മന്ത്രാലയത്തിൽ 3 സേനാ മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തും. അതിലേറെ ശ്രദ്ധേയമായിട്ടുള്ളത് ഇനിയുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ്. സേനയുടെ പ്രവർത്തന തയ്യാറെടുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള അവലോകനം നടത്തിയ ശേഷമായിരിക്കും ഇനി അടുത്ത തുടർ നീക്കം എന്താണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കുക. 10:30 വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത വാർത്താ സമ്മേളനം ചേരുന്നുണ്ട്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ വിശദമായ ഒരു വിശദീകരണം ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ എന്താണ് തുടർ നീക്കം എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടി ലഭിക്കും എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ നിർണായകമായിട്ടുള്ള യോഗം ചേരുന്നുണ്ട്. യോഗത്തിന് ശേഷം വീണ്ടും പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗങ്ങൾ ഉണ്ടാകും എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ പ്രതിരോധ മന്ത്രിയും രാജ്നാഥ് സിംഗും അതുപോലെ സേനാ മേധാവിമാരും പ്രധാനമന്ത്രിയെ കാണും എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ നിർണായകമായിട്ടുള്ള യോഗങ്ങൾക്കാണ് ഇപ്പോൾ ഡൽഹി വേദിയായിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തിയിലെ ഈ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങൾ, അതിൽ കരസേന തന്നെ വ്യക്തമാക്കുന്നത് ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള പ്രവൃത്തി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഡ്രോണുകളും അതുപോലെ അത്യാധുനിക സംവിധാനം അല്ലെങ്കിൽ അത്യാധുനിക യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്. അമൃത്സറിലെ ഖാസ ക്യാൻറ്റീന് മുകളിൽ പറക്കുന്ന 1-ലധികം ഡ്രോണുകളെ കണ്ടെത്തി അതെല്ലാം തകർത്തു എന്നുകൂടി അറിയിക്കുന്നു. എന്തായാലും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് സൈന്യം. കൃത്യമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു കാര്യം ധൈര്യമായി ഉറപ്പ് നൽകാൻ നമുക്ക് കഴിയും. നമ്മുടെ സൈന്യത്തിൻ്റെ കരുത്ത് അത് പ്രകടമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആർമി മൂവ്മെൻ്റൊക്കെ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പ്രായോഗിക പരിമിതിയുണ്ട്, അങ്ങനെ ചെയ്യാനും പാടില്ല. അത്തരം നാഷണൽ അഡ്വൈസറി വന്നു കഴിഞ്ഞു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം നമ്മുടെ സൈന്യം മൂവ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ സൈന്യം വേണ്ട തിരിച്ചടികൾ പാകിസ്ഥാന് നൽകുക തന്നെ ചെയ്യും. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഈ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പാകിസ്ഥാൻ സൈനിക മേധാവിയുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ്. ഇപ്പോൾ ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഇതിനിടയിൽ ഒരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി അറിയിക്കുന്നു. തൃശ്ശൂർ പുതുക്കാട് KSRTC ബസ്സിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികനും മരിച്ചു. ഇന്നലെ ആ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. പരന്തരപ്പള്ളി പള്ളിക്കുന്നിലെ 18 വയസ്സുള്ള അലനാണ് മരിച്ചത്. വരാക്കര സ്വദേശി 19 വയസ്സുള്ള ആൻസിൽ ഇന്നലെ തന്നെ മരണപ്പെട്ട കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. സങ്കടകരമായ വാർത്തയാണ് സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും പങ്കുവയ്ക്കുന്നത്. ഇനി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രതിരോധ മന്ത്രാലയത്തിൽ ഇപ്പോൾ നിർണായക യോഗം നടക്കുന്നുവെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ.
SKN പ്രതിരോധ മന്ത്രാലയത്തിൽ ഇപ്പോൾ നിർണായക യോഗം നടക്കുകയാണ്. 3 സേനാ മേധാവിമാരും ഈ യോഗത്തിനെത്തിയിട്ടുണ്ട്. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികൾ പ്രതിരോധ മന്ത്രാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി സേനാ മേധാവികളുമായി ചർച്ച ചെയ്യുകയാണ്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഈ യോഗം വിലയിരുത്തും. ഇന്ന് പുലർച്ചെ ഉണ്ടായ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഈ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറയും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയത്. പക്ഷേ പാകിസ്ഥാൻ അതിരുവിട്ട ചില പ്രകോപനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന്. പ്രത്യേകിച്ച് ജനവാസ മേഖലയിലേക്ക് ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം നടത്തുക, അവരുടെ ഫത്ത മിസൈൽ, ദീർഘദൂര മിസൈലായ ഫത്ത മിസൈൽ അത് ഇന്ത്യയിലേക്ക് തൊടുക്കുക. ഫത്ത മിസൈലിനെ ഹരിയാനയിലെ സിർസയിൽ വെച്ച് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ 3 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇതിൽ ശ്രീനഗറിലാണ് ഈ 3 യുദ്ധവിമാനങ്ങളും വെടിവെച്ച് വീഴ്ത്തിയത്. ഇതിലെ പൈലറ്റുമാർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഇന്ത്യ ശക്തമായി പാകിസ്ഥാന് തിരിച്ചടി നൽകുകയാണ്. അതിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയായ മാർക്കോ റൂബിയോ പാകിസ്ഥാനിലെ കരസേനാ മേധാവി അസിം മുനീറുമായി ഫോണിൽ സംസാരിച്ചു. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം, സംഘർഷം അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സൗദി അറേബ്യ ചില മധ്യസ്ഥ ശ്രമങ്ങൾ ഇതിനിടെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയമാകും എന്ന് ഇപ്പോൾ പറയാനാകില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ സൗദി അറേബ്യൻ വിദേശകാര്യ ഉപമന്ത്രി കണ്ടിരുന്നു. പിന്നീട് പാകിസ്ഥാനിലെത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും സൗദി അറേബ്യയുടെ വിദേശകാര്യ ഉപമന്ത്രി ചർച്ച നടത്തി. G7 രാജ്യങ്ങൾ ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്ന നിലയിലുള്ള അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഇന്ത്യ വിവിധ മേഖലകളിൽ, രാജസ്ഥാനിൽ, പഞ്ചാബിൽ, ജമ്മു കശ്മീരിലൊക്കെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ 3 വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ രാവിലെ 10:30 വാർത്താ സമ്മേളനത്തിലാകും ലഭ്യമാകുക. SKN ദിലീപ് കുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.